കുമ്പളയിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം. ഒരു കുടുംബം താമസിക്കുന്ന മുറി മൊത്തമായും കത്തിനശിച്ചു. അതേസമയം ആളപായമൊന്നും ഉണ്ടാകാത്തത് വലിയ ആശ്വാസമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കുമ്പളം മാടൻകുഴിയിൽ 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെ ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. ശനിയാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. കൃഷ്ണ എന്ന ഷൊർണൂർ സ്വദേശി താമസിക്കുന്ന മുറിയിലെ ഗ്യാസ് സിലിണ്ടർ അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇദ്ദേഹം മുറി പൂട്ടി കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് പോയിരുന്നു. പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് ആശങ്കാകുലരായ മറ്റ് മുറികളിലുണ്ടായിരുന്നവർ ഓടി പുറത്തിറങ്ങിയതിനാലാണ് ആളപായം ഒഴിവായത്. നമ്മ പണിക്ക് കഴിയുമ്പോൾ ആടെ സിലിണ്ടർ പൊട്ടിന് പടാന്ന് സൗണ്ട് കേട്ട് പിന്നെ ഞാൻ പാഞ്ഞുകൊണ്ട് വന്നിട്ട് വെള്ളമെല്ലാം മെത്തുമ്പോൾ ഭയങ്കര കത്തിന്. പിന്നെ ഫയർ എഞ്ചിനർക്ക് വിളിക്കുമ്പോൾ ഓർ വന്നിട്ട് വെള്ളമെല്ലാം ഒടിച്ചു. പിന്നെ കുറേ ആൾക്കാരെല്ലാം വന്നിട്ട് മോട്ടറിലെല്ലാം ഇട്ടിട്ട് വെള്ളമെല്ലാം ഒടിച്ചു. വിവരമറിഞ്ഞതിന് പിന്നാലെ തന്നെ കുമ്പള ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. ഇവർ അറിയിച്ചതിനെ തുടർന്നാണ് കാസർഗോഡ് നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനത്തിലെത്തിയത്. ഇവിടുത്തെ തീപിടുത്തം നമ്മൾ ഒരു 8:30യോടെ നമ്മളെ നിലയത്തിൽ വിളിച്ചറിയിച്ചതാണ്. ആദ്യം ഗ്യാസ് ലീക്ക് എന്ന് പറഞ്ഞാണ് അറിയിച്ചത്. ഞങ്ങളിവിടെ എത്തുമ്പോൾ പിന്നെ ആദ്യത്തെ ഒരു സിലിണ്ടർ പൊട്ടി വീട്ടിൽ ഫയറായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്ത് ഉടനെ വലിയ വാഹനം എത്താൻ കഴിയാത്ത സ്ഥലമായതുകൊണ്ട് നമ്മളെ ബാക്കിൽ നിന്ന് വന്ന നമ്മളെ ചെറിയ വാഹനം അകത്തേക്ക് കടത്തി വിടുകയും അത് തീ അണയ്ക്കുകയും ചെയ്തു. ക്വാർട്ടേഴ്സ് പരിസരത്തേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് KSEB അധികൃതരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഓടുമേഞ്ഞ 10ഓളം മുറികളുള്ള ക്വാർട്ടേഴ്സിലാണ് അപകടമുണ്ടായത്. സുരക്ഷ മുൻനിർത്തി മറ്റു മുറികളിലെ കുടുംബങ്ങളെയെല്ലാം പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ആളുകളെ ഉടനെ തന്നെ ഒഴിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് പരിക്കില്ല. പൂർണ്ണമായും ഏകദേശം 10 ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. 10 ഫാമിലി എന്ന് വെച്ചാൽ 10 വീടുകളായിട്ടുള്ള ഫാമിലി. അവരെ എല്ലാം ഒഴിപ്പിച്ചു. അവിടുത്തെ സിലിണ്ടറുകളെല്ലാം മാറ്റി ആദ്യം സുരക്ഷിതമാക്കി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീയണയ്ക്കൽ നേതൃത്വം നൽകി തുടങ്ങിയത്. പൊട്ടിത്തെറിയുണ്ടായ മുറിയിലെ തീ പൂർണ്ണമായും കെടുത്താനായിട്ടില്ലെങ്കിലും മറ്റു മുറികളിലേക്ക് തീ പടരുന്നത് ഫയർഫോഴ്സ് തടഞ്ഞിട്ടുണ്ട്. അതേസമയം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുണ്ടായ കാരണം എന്താണെന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. ഇതറിയാനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T. സുകുമാരൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ V. സുഗു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അഭിലാഷ്, അതുൽ രവി, ഉമേശൻ, LB, ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർമാരായ R. രാജേഷ്, J. അനന്തു, ഹോംഗാർഡുമാരായ ശ്രീജിത്ത് K. സുഭാഷ്, P. രാജേന്ദ്രൻ, S. സോബിൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.